കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ കയറി വരുമ്പോൾ ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഒരു മെഡിക്കലിൻ്റെ ഒരു ഫോം, ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കൽ, അതായത് എവിടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളത്. അത് എയർ ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ, വേറെയുള്ള എയർലൈൻസിലൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഫോം ഉണ്ടോ, കോവിഡ് ഹെൽത്ത് ഡിക്ലറേഷൻ, ഇത് എയർ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ. അതായത് ഇവിടെ മെഡിക്കലിൻ്റെ ആൾക്കാരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റിയത് ഈ എയർ ഇന്ത്യക്ക് മാത്രമേ ഈ ഒരു ഇതുള്ളൂന്നാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഈ എൻട്രൻസിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് ആണ് പോകുന്നത്. എന്താല്ലേ, മുമ്പ് കോവിഡ് ഇല്ലാത്ത സമയത്ത് ഈ കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് എല്ലാവരും ഇപ്പം കണ്ട ഫില്ല് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത്. ചെക്കിങ് വേഗം കഴിഞ്ഞു. പിന്നെ ഞാൻ ഓൾറെഡി വെബ് ചെക്കിൻ ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോൾ കൗണ്ടറിൽ പോയിട്ട് ലഗേജ് എല്ലാം ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ. കോവിഡ് ആയതുകൊണ്ട് എയർപോർട്ടിലൊന്നും ശരിക്കും ആരും ഇല്ല. ചെക്കിങ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ആരും ഉണ്ടായിട്ടില്ല ഇവിടെ. ഞാൻ ഓൾറെഡി വെബ് ചെക്കിങ് ചെയ്തിട്ട് വന്നതാണ്, അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടിയൊന്നും വന്നില്ല. ക്യൂ നിൽക്കാൻ ആളില്ലാന്ന് താനും. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. സീറ്റ് നമ്പർ 20A ആണ്. അതുപോലെ ഗേറ്റ് 7A ആണ് ഗേറ്റ്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണല്ലേ മാസ്ക്. ഒരു മാസ്കും ഉണ്ട്. ഫേസിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു, നമ്മുടെ ഫേസിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ആ സാധനത്തിന് പേരെന്നാന്ന് അറിയില്ല. അതും കൂടിയാണ് തന്നെ നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നും സാനിറ്റൈസറും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കുറച്ച് സാനിറ്റൈസറും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഇവർ എയർ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോയെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കും. എങ്ങനെയുണ്ട് ഗൈസ് ഇട്ടിട്ട്? അയ്യോ, ഇതിടുന്ന ഒരു സംഭവം നിൽക്കണം കേട്ടോ. എൻ്റെ മോനെ, ഇതെല്ലാം ഫുൾ ഫോഗെല്ലാം കയറി കണ്ണിൻ്റെ ഉള്ളിലല്ലോ അല്ല. പിന്നെ ഞാൻ അവരെ ഇതിട്ടിട്ടില്ല, അവരെ മാസ്ക് ഇട്ടിട്ടില്ല. അത് ഭയങ്കര എന്ന് പറയും, വേഗം പൊട്ടുന്ന പോലെ. അതിൻ്റെ സൈഡിലുള്ള ഗ്രിപ്പ് തന്നെ ഇപ്പോഴും തന്നെ പൊട്ടി. അതിനെക്കാട്ടി എത്രയോ പെർഫെക്റ്റാണ് നമ്മൾ മേടിച്ച ഈ മാസ്ക്. നമ്മൾ ഇരിക്കുന്ന 2 സീറ്റ് കാലിയാണ്. നേരെ അപ്പുറത്തെ സീറ്റിൽ ആരുമില്ല. ഓരോ സീറ്റിലും ഓരോ ആൾ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഉള്ളിൽ. അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്കൊരു വിൻഡോ സീറ്റ് കിട്ടി. ഇനി വിൻഡോൻ്റെ ഉള്ളിലോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഗോ എയറിൻ്റെ ഒരു എയർലൈൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അത് പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും പതുക്കെ പുറകോട്ടേക്ക് എടുത്തിട്ട് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് റെഡിയാകാൻ പോവുകയാണ്. നമ്മുടെ കണ്ണൂർ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ്. കേരളത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ എയർപോർട്ടാണ് കണ്ണൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂർ എയർപോർട്ടിൽ കൂടി ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നല്ലേ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് സൺസെറ്റോട് കൂടിയിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം എയർ ഇന്ത്യൻ ഫ്ലൈറ്റ്. ഇപ്പോഴാണ് ലൈറ്റെല്ലാം ഓണാക്കിയത്. ഇപ്പോൾ ഫുഡ് വരുന്നുണ്ട്. ഫുഡ് വന്നതിന് ശേഷം കോവിഡിൻ്റെ സമയത്ത് എന്താണ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തരുന്ന ഫുഡ് എന്നുള്ളത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഫുഡ് കൊണ്ടുതരുന്നൊരു ചേട്ടനെയാണ് കാണുന്നത്.
അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്ത് വെച്ച് ഇതൊരു പപ്സാണ്, വെജിറ്റബിൾ പപ്സാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിന്. ഇതൊരു ചപ്പാത്തി റോൾ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്, ഉള്ളിൽ കുറേ വെജിറ്റബിൾസിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പപ്സ് കഴിക്കാം. കുഴപ്പമില്ല, പക്ഷേ വെജിറ്റബിൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ചപ്പാത്തി. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വെജിറ്റബിൾസ് ആണ് കേട്ടോ. സ്റ്റഫ് ചെയ്തിട്ടുള്ള ചപ്പാത്തി. ഇത് കണ്ട നല്ല ജ്യൂസി ടൈപ്പാണ് ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ. നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും വെജിറ്റബിൾ റോള് അടിപൊളിയായിരുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഒരു കേക്കാണ്. ഇത് നമുക്ക് പൊളിച്ചു നോക്കാം. ഇത് എങ്ങനത്തെ കേക്കാണെന്ന് നോക്കാം. ഇത് സാധാരണ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. സാധാരണ നോർമൽ ഒരു ചോക്ലേറ്റ് കേക്ക്. നോക്കാം, നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കാം. ചെറിയ ചെറിയ മുന്തിരിൻ്റെ സ്ലൈസ് ആയിട്ടുള്ള പീസസ്. കേക്ക് തിന്നോടൊപ്പം അതിൽ തന്നെ കടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ അടുത്തത് നമ്മൾ ജ്യൂസാണ്. നമുക്കിത് പൊളിക്കാം. ഇത് പൊളിച്ചിട്ട് മൈ ജ്യൂസ്. അതിനിടയിലൊരു സാധനം കൂടിയുണ്ട്, അത് കാണിക്കാൻ പറഞ്ഞു. കുക്കീസിൻ്റെ ബട്ടർ ബിസ്ക്കറ്റ്. നമുക്കിത് പൊളിച്ചിട്ട് ഇതും കൂടി ഒന്ന് അടിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇത് മൈ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ജ്യൂസാണ്. ഇതിൻ്റെ വില എഴുതിയിരിക്കുന്ന 20 റുപ്യാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഫ്ലേവേർഡ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് തന്ന എല്ലാ ഫുഡും ഞാൻ വൃത്തിയായിട്ട് ഫിനിഷായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തി. ഇനി ബാഗേജ് എടുക്കണം. ബാഗേജ് എടുത്തിട്ട് നേരെ പുഷ്പേന്ദ്രനെ വിളിക്കണം. പുഷ്പേന്ദ്രനെ വിളിച്ചിട്ട് എവിടെയാണ് വരേണ്ടതെന്ന് ചോദിക്കണം. ബേസിക്കലി ഞാനിവിടെ വന്നത് ഒരു വെഡ്ഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ്. വെഡ്ഡിങ്ങിൻ്റെ ഡൽഹിയിലല്ല, ജയ്പൂരാണ്. പക്ഷേ ഡൽഹിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാണ് വിളിച്ചിന്. അപ്പോൾ അവരൊരു നമ്പർ തന്നിട്ടുണ്ട്, പുഷ്പേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അവനോടൊക്കെ പോയിട്ട് ഇന്നവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ആയിരിക്കും പോവുക. അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ പോകണമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഡൽഹിയിൽ ഇപ്പോഴത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളെ കണ്ണൂർ 31 അപ്പോൾ തണുപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബെൽറ്റ് നമ്പർ 2 നമ്മുടെ ബാഗേജ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് നമ്പർ 2 പോയിട്ട് ബാഗേജ് എടുക്കുക. ഓക്കെ. അങ്ങനെ നമ്മൾ ഒലേൻ്റെ വണ്ടിയും കാത്ത് നിൽക്കുകയാണ്. ബുക്ക് ചെയ്തിട്ട് കുറേ സമയമായി. ഇപ്പം വരാമെന്ന് പറയുന്നത് അല്ലാണ്ട് വരുന്ന കാണുന്നില്ല. അതിനു മുന്നേ ഒലേൻ്റെ ഒരു ഡ്രൈവർ ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അടുത്താണ് പോകേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ അത് ക്യാൻസൽ ചെയ്ത്.
എന്നിട്ടിപ്പോൾ മാറ്റിയിട്ട് വേറെയും ബുക്ക് ചെയ്തിട്ടുള്ളത്. നോക്കാം. ദൂരെ സവാരി കിട്ടിയാൽ ടാക്സിക്കാർ പോകുമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ചെറിയ സവാരി എടുക്കണ്ടേ അല്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടാ. ഞാനങ്ങ് ജാക്കറ്റ് വിട്ടിട്ടില്ല. പിന്നെ ഡ്രസ് ബാഗിൻ്റെ ഉള്ളിലാണുള്ളത് ജാക്കറ്റ്, അതുകൊണ്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ 14 ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നത്. നമ്മളവിടെ നിന്ന് നല്ല ചൂടിൽ വരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്നൊരു തണുപ്പ് മാറുമ്പോൾ നേർക്ക് അറിയുന്നുണ്ട്. ഇവിടെ കാണുന്നില്ലേ, ഓരോ ആൾക്കാരും ഓല, ഉബർ അങ്ങനെയുള്ള ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണിത്. ഇതിന് ഓരോ പോയിൻ്റും ഉണ്ട് കേട്ടോ. T3, T2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓല, ഉബർ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ വരാനായിട്ട് പ്ലേസ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേ വന്നിട്ട് അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ടാക്സിയൊക്കെ വരുന്നത് ഈ സൈഡിലാണ്. കാണുന്നില്ല ടാക്സിയൊക്കെ വരുന്നത്. നമ്മളെ വണ്ടി ഒരു 10 മിനിറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ നിന്ന് ജിന്താൾ കോളനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ഫ്രണ്ട് താമസിക്കുന്നത്. അവിടെ പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പുലർച്ചെ 4 മണിക്ക് അവിടെ നിന്ന് ജയ്പൂരിലേക്ക് വിടണം. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 11-12 മണിയായി. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ എടുക്കും അവിടത്തേക്ക്. അതെല്ലാം ആകുമ്പോഴത്തേക്ക് ഉറങ്ങുമൊന്നും വേണ്ട, രാവിലെ നേരെ എണീച്ചിട്ട് ജയ്പൂരിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടി വന്ന് സെലീരിയോ. അപ്പോൾ നമ്മളെ ചേട്ടൻ്റെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിന്താൾ കോളനിയിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ രാത്രിയായി. ഞാനിപ്പോൾ മൊബൈലിൽ ഫ്ലാഷ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ലേറ്റായിപ്പോയി. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇവൻ്റെ കാർ അടിപൊളിയായിട്ടുണ്ട്. ബ്ലൂ ലൈറ്റും ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂ ലൈറ്റും ഇട്ടിട്ട് പുറത്ത് രാത്രിയുടെ ചെറിയ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം. നല്ല രസമുള്ള കാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. കാരണം വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങിയതാണ്. ഏകദേശം 12 മണിയായി. ഇനി നാളെ രാവിലെ ജയ്പൂർ പോകുന്ന കാഴ്ച രാവിലെ കാണിച്ചു തരാം. കാരണം ഇന്നിനി റൂമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാവും ഉറങ്ങാനല്ലോ. ഓൾറെഡി ലേറ്റായി, ഉറങ്ങാനൊന്നും കഴിയില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും കീപ് സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ.